മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുകയാണ്. ഡാമിലെ ജലത്തിന്റെ അളവ് ഇപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴയുണ്ട്. കനത്ത മഴയുള്ളതുകൊണ്ടാണ് ഇത്രത്തോളം ജലം ഒഴുകിയെത്തുന്നത്. ഇപ്പോഴും വൃഷ്ടി പ്രദേശത്ത് കനത്ത മഴയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറെക്കുറെ ഒരു 10 മണിക്കൂർ കൊണ്ട് 6 അടിയിലധികം ജലമാണ് ഉയർന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ജലനിരപ്പ് ഉയരുന്നതോടുകൂടി തന്നെ ഈ പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ അളവും അത് പല ഘട്ടങ്ങളിലായിട്ടും ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പെരിയാർ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി എത്രത്തോളം ഈ ജലത്തിൽ ആ ഒരു അളവിൽ വർധനയുണ്ടായിട്ടുണ്ട് എന്നുള്ളത് മെനഞ്ഞാന്ന് വെള്ളിയാഴ്ച മുതലുള്ള ഒരു കണക്കുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. 17-ാം തീയതി വെള്ളിയാഴ്ച മെനഞ്ഞാന്ന് 132 അടിയായിരുന്നു ഈ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് എന്ന് പറയുന്നത്. അതൊരു രാത്രി 11:30 കൂടി ആയപ്പോഴത്തേക്കും ആ ജലത്തിന്റെ അളവ് വലിയ തോതിൽ വർദ്ധിക്കുന്നു. സെക്കൻഡിൽ 41,000 ഘനയടിയിൽ എത്തുകയായിരുന്നു. ഇനി ഇന്നലെ രാവിലെ 18-ാം തീയതി ശനിയാഴ്ച ഒരു 6 മണി സമയമായപ്പോഴത്തേക്കും ഈ കാണുന്നത് പോലെയാണ് ജലനിരപ്പ്. 137.8 അടിയിലേക്ക് എത്തുകയാണ് വെള്ളത്തിന്റെ അളവ് മുല്ലപ്പെരിയാർ ഡാമിലെ. വലിയ തോതിൽ വീണ്ടും ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരുന്നു. ഒരു 8 മണി സമയമായപ്പോഴത്തേക്കും ഈ കാണുന്നത് പോലെയാണ് ജലനിരപ്പ് 138.25 അടിയിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞ് രാവിലെ ഒരു 9 മണിയോട് കൂടിയാണ് ഈ അണക്കെട്ടിന്റെ വശത്തുള്ള 3 ഷട്ടറുകൾ ഉയർത്തുന്നത്. 75 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. സെക്കൻഡിൽ 1078 ഘനയടി വീതം വെള്ളം പുറത്തേക്ക് ഒഴുകുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് ഒരു 13 ഷട്ടറുകൾ ഉയർത്തുന്നത്. 1400 ഘനയടി വെള്ളം പുറത്തേക്ക് തുറന്നു വിടുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ റൂൾ കർവ് പ്രകാരമുള്ള സംഭരണ ശേഷി പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 139 അടി കഴിഞ്ഞിരിക്കുകയാണ് മുല്ലപ്പെരിയാറിലെ ജലത്തിന്റെ അളവ് എന്ന് പറയുന്നത്. പെരിയാറിലെ ജലനിരപ്പ് അത് വലിയ തോതിൽ ഉയരുന്നുണ്ട്. കൂടുതൽ അറിയിപ്പുകൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്.